മഞ്ചേശ്വരത്ത് SDP എന്തുകൊണ്ട് സ്ഥാനാർത്ഥിയെ നിർത്തി, പിന്നീട് എന്തുകൊണ്ട് പിൻവലിച്ചു എന്നത് ഇന്ന് രാഷ്ട്രീയ കേരളം ഏറെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. കാരണം മഞ്ചേശ്വരത്ത് SDP സ്ഥാനാർത്ഥിയെ പിൻവലിക്കുക വഴി മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിക്കാണ് വിജയസാധ്യത ഉണ്ടാകുന്നത്. മുസ്ലിം ലീഗാണെങ്കിൽ അഖിലേന്ത്യാ തലത്തിൽ SDP വളർച്ചയിലും പ്രത്യേകിച്ച് കേരളത്തിലെ വളർച്ചയിൽ അസൂയാലുക്കളും വളരെ അസ്വസ്ഥരുമാണ്. അതുകൊണ്ട് തന്നെ SDP ഏറ്റവും കൂടുതൽ കടന്നാക്രമിക്കുന്നതും മുസ്ലിം ലീഗാണെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ SDP മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥിയെ നിർത്തുകയും പിൻവലിക്കുകയും ചെയ്തതിലൂടെ മതേതര കേരളത്തിന് വ്യക്തമായ ഒരു സന്ദേശമാണ് അവർ നൽകുന്നത്. അതോടൊപ്പം തന്നെ ദീർഘവീക്ഷണമുള്ള നിലപാടിലൂടെ മുസ്ലിം ലീഗിനെ അക്ഷരാർത്ഥത്തിൽ അവർ വെട്ടിലാക്കുകയും ചെയ്തു. സംഘപരിവാർ ശക്തികളുടെ പരാജയം ഉറപ്പിക്കുന്നതിന് വേണ്ടി തങ്ങളെ ഏറ്റവും കൂടുതൽ കടന്നാക്രമിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നതിലൂടെ SDP യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിൻ്റെ നിലപാടുകളെയാണ് ചോദ്യം ചെയ്യുന്നത്. കാരണം മഞ്ചേശ്വരം മാത്രമല്ല സംഘപരിവാറിന് സാധ്യതയുള്ള മണ്ഡലങ്ങൾ. ആ മണ്ഡലങ്ങളിലെല്ലാം മുസ്ലിം ലീഗിൻ്റെ നിലപാട് എന്തായിരിക്കുമെന്നുള്ളത് മതേതര കേരളം ഉറ്റുനോക്കുന്ന കാര്യമാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ റിസൾട്ട് വെച്ച് നമ്മൾ പരിശോധിച്ചാലും നേമം, മലമ്പുഴ, ചാത്തന്നൂർ, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, ആറ്റിങ്ങൽ തുടങ്ങിയ നിയോജക മണ്ഡലങ്ങളിലെല്ലാം BJP 2ാം സ്ഥാനത്തായിരുന്നു. അവിടെയെല്ലാം 1ാം സ്ഥാനത്തെത്തിയത് CPM ആണ്. കോൺഗ്രസ് കേവലം 3ാം സ്ഥാനത്തേക്ക് പുറന്തള്ളപ്പെടുകയാണ് ഉണ്ടായത്. ഇവിടെയെല്ലാം മുസ്ലിം ലീഗിൻ്റെ നിലപാട് എന്തായിരിക്കും? മുസ്ലിം ലീഗ് കോൺഗ്രസിന് വോട്ട് ചെയ്ത് BJPയുടെ വിജയം ഉറപ്പിക്കുമോ, അതോ 1ാം സ്ഥാനത്തുള്ള CPMന് വോട്ട് ചെയ്ത് BJPയുടെ പരാജയം ഉറപ്പിക്കുമോ എന്നുള്ളതാണ് മതേതര കേരളം ഉറ്റുനോക്കുന്നത്. ഇതുപോലുള്ള മണ്ഡലങ്ങളിൽ മുസ്ലിം ലീഗിൻ്റെ നിലപാട് എന്തായിരിക്കുമെന്ന് വ്യക്തമാക്കേണ്ട ഒരവസ്ഥയിലേക്ക് മുസ്ലിം ലീഗിനെ എത്തിച്ചത് തീർച്ചയായും SDP തന്ത്രപരമായ നിലപാടുകളാണ്. SDP കൃത്യവും വ്യക്തവുമായ നിലപാടുകളെക്കുറിച്ച് പ്രമുഖ മാധ്യമ പ്രവർത്തകനായ ശ്രീ വേണുവിൻ്റെ അഭിപ്രായം കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇവിടെ ഇപ്പോൾ ഈ മഞ്ചേശ്വരവുമായി ബന്ധപ്പെട്ട SDP സ്ഥാനാർത്ഥി പിൻവാങ്ങിയാൽ അതിന്റെ ഗുണഭോക്താവ് ആരാണ്? സ്വാഭാവികമായും ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിപ്പിക്കപ്പെടും SDP സ്ഥാനാർത്ഥി നിന്നാൽ എന്നതുകൊണ്ട് തന്നെ ആ സ്ഥാനാർത്ഥിയുടെ പിൻവാങ്ങൽ നേരിട്ട് സഹായകരമാകുക UDFനാണ്, ലീഗിനാണ്. പിന്നെ ഈ SDP കാസർഗോഡ് ഘടകം, കാസർഗോഡ് ജില്ലാ നേതൃത്വം ഈ സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിക്കരുത് എന്ന നിലപാടിൽ തന്നെയായിരുന്നു. മണ്ഡലം കമ്മിറ്റികളും അതിന്റെ നേതൃത്വവും ഒക്കെ സമാന നിലപാട് തന്നെയായിരുന്നു. അത് സ്വാഭാവികമാണ്. കാരണം ഇപ്പോൾ അവിടെ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് നടത്തുന്നത്. അതിൽ എതിർശക്തികളിൽ ഒന്ന് ലീഗ് തന്നെയാണ്. BJP എതിർശക്തിയായിരിക്കുന്നത് അവർ എതിർ ഭാഗത്ത് നിൽക്കുന്ന വർഗീയ കക്ഷി എന്ന നിലയിലാണെങ്കിൽ, ലീഗിനെ അവർ കാണുന്ന വർഗീയ കക്ഷി എന്ന നിലയിലല്ല, രാഷ്ട്രീയ എതിരാളിയായിട്ടാണ്. അപ്പൊ അത് തമ്മിൽ വ്യത്യാസമുണ്ട്. CPMനെ കാണുന്ന രാഷ്ട്രീയ എതിരാളിയായിട്ടാണ്, അല്ലാതെ ഒരു വർഗീയ കക്ഷിയായിട്ട് അല്ല. അപ്പൊ ഇങ്ങനെ പ്രത്യേകതകളുണ്ട്. എതിർപ്പിൽ തന്നെ പ്രാദേശികമായി പോലും ഉൾപ്പിരിവുകളുണ്ട് ആ രാഷ്ട്രീയത്തിന്. ഞാൻ പറഞ്ഞു വരുന്നത്, അതുകൊണ്ട് കാസർഗോഡ് ജില്ലയുടെ നിലപാടായിരുന്നു SDP യഥാർത്ഥ നിലപാട്, യഥാർത്ഥ സത്ത, രാഷ്ട്രീയ സത്ത അതിലാണ് ഉള്ളടങ്ങിയിരിക്കുന്നത് എന്ന് പറയുന്നത് തെറ്റാണ്. സംസ്ഥാന നേതൃത്വമാണ്, അഖിലേന്ത്യാ നേതൃത്വം അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടു. അപ്പൊ അത്രയും ബ്രോഡർ ആയിട്ടുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാട് അവർക്കുണ്ട്. അതുകൊണ്ട് കാസർഗോഡിന്റെ ഒരു പ്രതിഷേധമല്ല ആ രാഷ്ട്രീയത്തിന്റെ സത്തകൾ. അവിടെ AK അഷ്റഫിനെ വളരെ ശക്തമായ എതിർപ്പാണ് അവർക്ക്. ചെരിപ്പൂരി അടിക്കുമെന്നാണ് AK അഷ്റഫ് ഈ പറയുന്ന SDP പറ്റി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അഷ്റഫിനെ തോൽപ്പിക്കാനായിട്ട് ഇനി കച്ചമുറുക്കി അവർ ഇറങ്ങുമെന്നല്ല കരുതേണ്ടത്. കാരണം ഇവിടെ അതൊരു കേഡർ സ്വഭാവമുള്ളതാണ്. ഘടനയിൽ മാത്രമല്ല കേഡർ സ്വഭാവമുള്ളത്, രാഷ്ട്രീയ ഘടനയിലും കേഡർ സ്വഭാവമുണ്ട്. എന്ന് വെച്ചാൽ അവരുടെ കേന്ദ്ര നേതൃത്വം എന്ത് പറയുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാകും പോവുക. അതുകൊണ്ട് ഈ നിന്നതിനും ഒരു രാഷ്ട്രീയമുണ്ട്, പിൻവാങ്ങലിനും ഒരു രാഷ്ട്രീയമുണ്ട്. അത് SDP വിലപേശൽ രാഷ്ട്രീയമാണ്. ഏതായാലും കേരള രാഷ്ട്രീയത്തിൽ SDP എന്ന പ്രസ്ഥാനം ശക്തമായ വേരോട്ടം നടത്തിയിട്ടുണ്ട് എന്ന കാര്യം ഇന്ന് രാഷ്ട്രീയ കേരളവും അതുപോലെ മാധ്യമങ്ങളും അംഗീകരിക്കുന്നു എന്നത് ഇതിൽ നിന്നും നമ്മൾക്കെല്ലാം വ്യക്തമായിട്ടുണ്ട്. അതുപോലെ തന്നെ SDP കൃത്യവും വ്യക്തവുമായ നിലപാടുകൾ ഇതിൽ നിന്നും വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം.